കുരിശിന്റെ വഴിയിലെ 6-ാം സ്ഥലത്ത് നാം കാണുന്ന വെറോനിക്ക വെറും ഒരു ചരിത്ര കഥാപാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിപ്ലവാത്മകമായ ഒരു മാതൃകയാണ്. ഈശോ കുരിശുമായി നീങ്ങുമ്പോൾ ചുറ്റുമുള്ള ജനക്കൂട്ടം അവിടത്തെ പരിഹസിക്കുകയായിരുന്നു. പട്ടാളക്കാർ ക്രൂരമായി പെരുമാറുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈശോയെ സഹായിക്കാൻ വരുന്നത് ശിക്ഷാർഹമായ കുറ്റമായിരിക്കാം. എന്നാൽ വെറോനിക്ക ലോകത്തിന്റെ വിധുതീർപ്പുകളെ ഭയപ്പെട്ടില്ല. നാം പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കുന്നത് നാട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെയും ഇതിലേക്ക് വലിച്ചഴിക്കുമോ എന്ന് ഭയന്നാണ്. വെറോനിക്ക ഈശോയുടെ കുരിശു വാങ്ങി ചുമന്നില്ല. പകരം അവിടുത്തെ മുഖത്തെ വെറുപ്പും രക്തവും ഒന്ന് തുടച്ചു. അത് വലിയൊരു ശാരീരിക സഹായമല്ലായിരിക്കാം, പക്ഷേ ആ നിമിഷം ഈശോയ്ക്ക് നൽകിയ മാനസികമായ ആശ്വാസം വളരെ വലുതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും എല്ലാവരെയും വലിയ രീതിയിൽ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒറ്റപ്പെട്ടുപോയ ഒരാളോട് സംസാരിക്കാൻ ചെലവാക്കുന്ന അല്പസമയം, നിരാശയിലായ ഒരാൾക്ക് നൽകുന്ന ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ചെറിയൊരു കരുതൽ, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ആശ്വാസത്തിന്റെ തുവാലകൾ. വെറോനിക്കായുടെ തുവാലയിൽ ഈശോയുടെ മുഖം പതിഞ്ഞു. അതുപോലെ നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഓരോ ചെറിയ സഹായത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിലെ ക്രിസ്തുവിന്റെ മുഖം പ്രതിബിംബിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ കയ്യിൽ ഒരു തൂവാലയുണ്ടോ? വേദനിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ എനിക്ക് ധൈര്യമുണ്ടോ? ലോകം കുറ്റപ്പെടുത്തുമ്പോഴും ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം. വെറോനിക്കായെ പോലെ ആരെങ്കിലും നമ്മെ തടയുന്നതിന് മുൻപേ സ്നേഹത്തിന്റെ കരുത്തുമായി നമുക്ക് മുന്നോട്ടിറങ്ങാം. ഭയമില്ലാതെ സ്നേഹിക്കാനും വിവേചനമില്ലാതെ കരുണ കാണിക്കാനും ക്രൂശിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.